നമസ്കാരം, എൻ്റെ പേര് അനൂപ്. ദൂരയാത്രയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് ആലപ്പുഴ ജില്ലയ്ക്ക് തൊട്ടടുത്തുള്ള കുമരകം എന്ന് പറഞ്ഞ അതിമനോഹരമായ ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. കുമരകം എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, നല്ല നെൽപ്പാടവും അതുപോലെ തന്നെ കായലും ഒക്കെ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന അതിമനോഹരമായ സ്ഥലമാണ്. അവിടെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു റിസോർട്ടിലാണ് ഞങ്ങളിന്ന് സ്റ്റേ ചെയ്യുന്നത്. ആ റിസോർട്ടിൻ്റെ പേര് നമുക്ക് എല്ലാവർക്കും അറിയാം, അബാദ് ഗ്രൂപ്പിൻ്റെ വിസ്പറിംഗ് ലേക്ക് വ്യൂവിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. അതുകൂടാതെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് എൻ്റെ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ കൂടി ഇട്ട് ഒന്ന് സപ്പോർട്ടൂടെ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് നമുക്ക് പോകാം. ഞാനിപ്പോൾ അബാദ് ഗ്രൂപ്പിൻ്റെ വിസ്പറിംഗ് ലേക്ക് വ്യൂ എന്ന് പറഞ്ഞ ആ റിസോർട്ടിലെത്തി. ഏകദേശം നല്ല ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു റിസോർട്ടാണ്. കൺജസ്റ്റഡ് ഒന്നുമല്ല, നല്ല സ്പേഷ്യസ് ആണ്. കിഡ്സിൻ്റെ പാർക്കുണ്ട്. അതേപോലെ തന്നെ പാർക്കിംഗ് തന്നെ ഞാൻ ഒരു ഏകദേശം ഒരു 100-200 മീറ്ററോളം മാറിയിട്ടാണ് ഞാൻ ഇപ്പം കാർ തന്നെ പാർക്ക് ചെയ്തത്. അത്രയ്ക്ക് റഷാണ്. ഇന്നിപ്പോൾ സാറ്റർഡേ ആണ്. നമുക്ക് നേരെ ഇനി റിസപ്ഷനിലേക്ക് പോകാം. അവിടുത്തെ കാര്യങ്ങൾ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. അപ്പോൾ നമ്മൾ അബാദിൻ്റെ റിസോർട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ നോക്കി റൂമൊക്കെ നോക്കി നല്ല പോഷ്, നല്ല ക്ലാസ് ലുക്കാണ്. ഓക്കെ, ഇത് ലേക്ക് വ്യൂ റിസോർട്ടാണ് ഞങ്ങൾ ബുക്ക് ചെയ്തേക്കുന്നത്. റിസോർട്ടിൻ്റെ നമ്മൾ ഈ ഡോറ് തുറന്ന് ഫ്രണ്ടിലോട്ട് ഇറങ്ങുമ്പോൾ ഉള്ള വ്യൂ ആണ്. യു ക്യാൻ സീ എങ്ങനെയുണ്ട് അബാദിൻ്റെ ഒരു ലേക്ക് വ്യൂ? നല്ല മനോഹരമാണ്. ഇപ്പം ചെറിയൊരു മഴയൊക്കെ പെയ്തുകൊണ്ട് സൺസെറ്റ് അത്ര സുഖമില്ല. അല്ലേ നമുക്ക് നല്ല സൺസെറ്റൊക്കെ കാണാമായിരുന്നു. നമുക്കിവിടെ കാണാൻ പറ്റും, നല്ല റെയിനിയൊക്കെ അവിടെ കാണാൻ പറ്റും. അവിടെ മഴയൊക്കെ പെയ്യുന്നത് നമുക്ക് നല്ലപോലെ കാണാൻ പറ്റും. ഓക്കെ, അടിപൊളിയല്ലേ? നല്ല കിടിലൻ സ്ഥലം. ഞാനിതുവഴി ഹൗസ് ബോട്ടിൽ പോയപ്പോൾ ഈ സ്ഥലം ഞാൻ കണ്ടിരുന്നു. ഹൗസ് ബോട്ടൊക്കെ പോകുന്നത് ഇതിൻ്റെ ഫ്രണ്ടിൽ കൂടിയാണ്. നമുക്ക് കാണാൻ പറ്റും, ഈ പൊസിഷനിൽ കൂടെയാണ് ഹൗസ് ബോട്ട് പാസ് ചെയ്യുന്നത്. അന്ന് ഞാൻ കണ്ടായിരുന്നു ഇത്
അപ്പോൾ അതിൻ്റെ ഈ ലേക്ക് വ്യൂ റിസോർട്ട് അന്നേ ഞാൻ പ്ലാൻ ചെയ്തതിന് ഒരിക്കൽ ഇങ്ങോട്ടൊന്ന് വരണമെന്ന് ടെസ്റ്റാണ്. ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. ഡിന്നറാണ്. ഡിന്നർ നമുക്ക് ബൊഫേ ആണെന്ന് പറഞ്ഞു. ഇവിടുത്തെ ഗിരിച്ചേട്ടൻ നമ്മളെ അറിയാവുന്ന ആളാണ്. ആള് ഇപ്പം പറഞ്ഞു വൈകിട്ട് ഡിന്നറാണ്, നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. ഇനി ഫുഡ് എന്തൊക്കെയാണെന്ന് നമുക്ക് അവിടെ പോയി കാണാം. നെക്സ്റ്റ് ഡേ മോർണിംഗിൽ അതിൻ്റെ ലേക്കിലേക്കുള്ള വ്യൂ ആണ് നമ്മൾ ഈ കാണുന്നത്. വളരെ മനോഹരമാണ്. പക്ഷെങ്കിൽ ഇന്നും രാവിലെ സ്കൈ അത്ര ക്ലിയർ അല്ല, ഒരു മൂടി ടൈപ്പാണ്. അതേപോലെ നമുക്കിവിടെ കാണാൻ പറ്റും അപ്പോൾ അതിലെ വിസിറ്റേഴ്സിനെ കൊണ്ടുപോകാൻ വേണ്ടി കിടക്കുന്ന ഒരു ചെറിയൊരു ഹൗസ് ബോട്ടും അതിലെ ഡ്രൈവറും അവിടെ തന്നെ ഉണ്ട്. ഇതിവരുടെ സ്പായാണ്, ആയുർവേദിക് സ്പാ സെൻ്ററാണ്. ഇപ്പോൾ ഇത് ക്ലോസ്ഡാണ്. കോവിഡിൻ്റെ സിറ്റുവേഷൻ ആയതുകൊണ്ട് ഇതെല്ലാം ഇപ്പം ക്ലോസ് ആക്കിയിരിക്കുകയാണ്. അപ്പോൾ ഉടനെ ഓപ്പൺ ആക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിനകത്തെ ചെറിയൊരു നാലുകെട്ട് പോലുള്ള സംഭവം. ഇതെല്ലാം സ്പൈയുടെ ട്രീറ്റ്മെൻറ്റ് റൂംസാണ് ഈ കാണുന്നതൊക്കെ. അതേപോലെ ഇതിൻ്റെ അപ്പുറത്തെ സൈഡിലും ഇതേപോലെ ചെറിയൊരു നാലുകെട്ട് പോലുള്ളൊരു സംഭവമുണ്ട്. നല്ല രസമുണ്ട് ഇവിടെ ഒരു ആംബിയൻസിയൊക്കെ. ഇവിടുത്തെ ഇപ്പോൾ ഓപ്പൺ ഗാർഡനാണ്. അതല്ലേ ഇവിടുത്തെ എല്ലാ സെറ്റപ്പ് എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നതെല്ലാം നല്ല ആംബിയൻസിയാണ്. ഇവിടെയാണ് റിസപ്ഷൻ്റെ ഓപ്പോസിറ്റ് ഈ റൂട്ട് പോകുന്നത് ബാംബു പൂൾ വില്ല എന്ന് പറഞ്ഞൊരു സെക്ഷനുണ്ട്. നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. വളരെ മനോഹരമായിട്ട് ഇവിടെ ഗാർഡനൊക്കെ സെറ്റ് ചെയ്ത് എന്ത് രസമുണ്ടെന്ന് നോക്കിയേ. നൈസ്. രാവിലെ ജസ്റ്റ് ഒരു മോർണിംഗ് വാക്കിനൊക്കെ അതുകൊണ്ട് നല്ല രസമാണ്. ഈ സൈഡിലും
നമുക്ക് കാണാൻ പറ്റും കുറേ ചെറിയ ചെറിയ വില്ല പോലെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നതെല്ലാം ഓരോ വില്ലാസാണ്. ആർക്കും നമുക്ക് ഇവിടെ വരുന്നവർക്കെല്ലാം ഇവിടെ ഒന്ന് ആക്സസ് ചെയ്യാം ഈ വില്ലാസ് എല്ലാം. ബാംബു പൂൾ വില്ലാസ് എന്നാണ് പറയുന്നത്. കാരണം ഇത് മൊത്തം ഇതുണ്ട്, ബാംബു ആണ്. മീൻസ് മുള കൊണ്ടുള്ള ഭിത്തിയാണ് ഇതെല്ലാം. ഇത് മൊത്തം മുളയാണ്. ഇതുവഴി രാത്രി വരുവാണെങ്കിൽ ഒന്നുകൂടെ രസമാണ്. പക്ഷെ നമ്മൾ രാത്രി ഇങ്ങോട്ട് വന്നില്ല. എനിവേ നൈസ്. അപ്പോൾ ഇവിടെ ഗാർഡൻസ് ഒക്കെ സെറ്റ് ചെയ്തേക്കുന്നുണ്ട്. ഓരോ വില്ലയുടെയും ഫ്രണ്ട് സൈഡൊക്കെയാണ്. ചെറിയ ഇരിപ്പിടമൊക്കെ ഉണ്ടോ നോക്കിയേ. കിടിലല്ലേ. ഓക്കെ, ഇനി ഇതിൻ്റെ അപ്പുറം ബാക്ക് സൈഡിൽ കൂടെ വേറൊരു വഴിയൂടെ ഉണ്ട്. ബാംബു പൂൾ വില്ലയുടെ തന്നെ ഇത് ഫസ്റ്റ് എൻട്രി ആണ്. ഓക്കെ, ഇനി ഇതിൽ നിന്ന് എക്സിറ്റ് അടിച്ചിട്ട് ഇതിൻ്റെ ബാക്ക് സൈഡിൽ വേറൊരു സംഭവം ഉണ്ട്. അതുകൊണ്ട് നമുക്കൊന്ന് പോയി നോക്കാം. അപ്പോൾ ഇതിൻ്റെ അപ്പുറത്തെ സൈഡ് ചെറിയൊരു റോഡൊക്കെ ഉണ്ട്. ലെഫ്റ്റ് സൈഡിൽ ഒരു റോഡൊക്കെ കാണാം. എന്ത് രസമുണ്ട് ഗാർഡനൊക്കെ സെറ്റ് ചെയ്തേക്കുന്നത്. ഈ സൈഡ് മുഴുവനും ലെഫ്റ്റ് സൈഡ് ഫുള്ളും മുളയാണ്. സപ്പോട്ട മരമൊക്കെ ഉണ്ട്. നമ്മൾ ഇവിടെ അടുത്ത് വരുമ്പോൾ നമുക്ക് ഇവിടെ തൊട്ടടുത്ത് ഇവിടെ പഠിപ്പുര പോലൊരു സംഭവം നല്ലപോലെ സെറ്റ് ചെയ്ത് വെച്ചേക്കും. നല്ല ട്രഡീഷണൽ വേയില്. എന്ത് രസമുണ്ടെന്ന് നോക്കിയേ. നമുക്കിനി ഈ പഠിപ്പുരയ്ക്ക് അകത്തോട്ടൊന്ന് കയറാം. അത് എന്തൊക്കെയാണ് സെറ്റപ്പ് എന്ന് നോക്കാം. 402 ആണ് നമ്പർ. വാവ്, സൂപ്പർ. എൻ്റെ സറൗണ്ടിങ്സ് ഒക്കെ നോക്കിയേ, എന്ത് രസമാണ് നോക്കിയേ. ഫുള്ള് ബാമ്പു ആണ്. ഈ വോൾസ് എല്ലാം പണിഞ്ഞേക്കുന്നത് മൊത്തം ബാമ്പു ഉപയോഗിച്ചിട്ടാണ്. അതിൽ ചെറിയ ചെടികളൊക്കെ, പടപ്പ് ചെടികളൊക്കെ സെറ്റ് ചെയ്തേക്കുവാണ്. നല്ല രസമുണ്ട് കാണാൻ. ഫുൾ നാച്ചുറൽ വെയിലാണ്. ഇതാണ് ഡെഡ് എൻഡ് ആണ്. ഇവിടെ വരെയാണുള്ളത്. ഇവിടെ നോക്കി നിറയെ മരങ്ങളും ബാമ്പും ഒക്കെ സെറ്റ് ചെയ്ത് ഫുൾ നാച്ചുറലായിട്ടാണ് ഇവിടെ സെറ്റ് ചെയ്തേക്കുന്നത്. മൊത്തം നല്ല കൂൾ ഏറിയാണ്. നല്ല തണുപ്പാണ് ഇവിടെ. അതുകൂടാതെ ഇവിടെ കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്ലേ ഗ്രൗണ്ടുകളുണ്ട്. അവർക്കും വന്ന് ഇവിടെ നല്ലപോലെ എൻജോയ് ചെയ്യാം. നല്ല ഗാർഡനൊക്കെ സെറ്റ് ചെയ്ത് നല്ല രസമുണ്ട്. ഓക്കെ, ഇത് ചെറിയ സ്പേസ് ഒന്നും അല്ല, കുറേ ഉണ്ട് എക്സ്റ്റെൻഡ് ചെയ്ത് അങ്ങോട്ട് കിടപ്പുണ്ട്. ഇനി നമ്മൾ ഈ ബാംബു പൂൾ വില്ലയിൽ നമ്മൾ ഇറങ്ങുവാണ്. തൊട്ടപ്പുറത്ത് സൈക്ലിംഗ് ചെയ്യാൻ വേണ്ടി സെറ്റപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ അവിടെ ടേബിൾ ടെന്നീസിൻ്റെ കോർട്ടും ഇൻഡോർ ഫംഗ്ഷനൊക്കെ ചെയ്യാൻ വേണ്ടിയുള്ള സെക്ഷൻ ഇതൊക്കെയുണ്ട്. നമുക്ക് അതുകൂടെ ഒന്ന് പോയി നോക്കാം. റിസപ്ഷനോട് ചേർന്ന് തന്നെയാണ് ഇവിടെ ചെറിയൊരു ഓപ്പൺ ഹാള്. ഇവിടെ നമുക്ക് റിസപ്ഷനോട് ചേർന്ന് തന്നെയാണ് നമുക്കിവിടെ ചെറിയൊരു ടേബിൾ ടെന്നീസ്, ക്യാരം ബോർഡ്, അതേപോലെ തന്നെ ചെറിയൊരു ഫംഗ്ഷനൊക്കെ കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയുള്ള സ്റ്റേജസ് എല്ലാം ഉണ്ട്. നല്ല സ്പേഷ്യസ് ആണ്. നൈസ്. ഫ്രണ്ട് റിസപ്ഷനിലോട്ടുള്ള വഴിയാണ്. നമുക്ക് അതിൻ്റെ ഏറ്റവും എൻഡിൽ നമുക്ക് കായൽ കാണാം. ദാറ്റ്സ് വാട്ട് ഇറ്റ്സ് കോൾഡ് ലേക്ക് വ്യൂ.
അങ്ങനെ നമ്മൾ റിസപ്ഷനിലെ ലൈറ്റ് സെറ്റപ്പ് ഒക്കെ നോക്കി. റിസപ്ഷൻ്റെ ലെഫ്റ്റിലായിട്ട് നമുക്കിവിടെ ചെറിയൊരു വാട്ടർ ഫൗണ്ടൻ കാണാം. അതും വളരെ മനോഹരമായിട്ട് സെറ്റ് ചെയ്തേക്കും. റിസപ്ഷൻ്റെ അവിടുന്ന് നമ്മൾ ലെഫ്റ്റിലോട്ട് വരുന്നിടത്താണ് പൂള്. ആ പൂളിൻ്റെ നെക്സ്റ്റ് സെക്ഷൻ ലേക്കാണ്. നോക്കിക്കേ, ഇലോണോക്കോക്ക് ഞാൻ ചെക്കൗട്ട് ചെയ്തിട്ട് നേരെ എറണാകുളത്തിന് പോകും. ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടോ? അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു അബാദിൻ്റെ കാഴ്ചകൾ ഇഷ്ടപ്പെട്ടോ? ഓക്കെ, ഞാനിപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ദ വീഡിയോ, ഷെയർ ദ വീഡിയോ, പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളോടൊന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് എൻ്റെ ചാനലോടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണുന്നിടം വരെ ബൈ.